ഹലോ ഗെയ്സ്, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നാളത്തെ ഇന്ത്യ വേഴ്സ് ഇംഗ്ലണ്ട് സെമിയിലെ മാച്ചിൻ്റെ ഏകദേശം ആവറേജ് സ്കോർ എത്ര വരും നമുക്ക് ഏകദേശം നോക്കാൻ പറ്റുന്നു. അവിടുത്തെ ഏറ്റവും വലിയ സ്കോർ എന്ന് പറഞ്ഞാൽ 254 വെസ്റ്റ് ഇൻഡീസും സിംബാബ്വേയും തമ്മിൽ മത്സരത്തിലാട്ടോ. അതിനുശേഷമുള്ള 247 അങ്ങനെ വരുന്ന സ്കോറെല്ലാം ഇന്ത്യ അടിച്ചങ്ങനെയാണ്. ഏറ്റവും ലോവസ്റ്റ് സ്കോറുകളിൽ ഇംഗ്ലണ്ടിൻ്റെ സ്കോർ വരും. ഇംഗ്ലണ്ട് ഇന്ത്യക്കെതിരെ 97 ഓൾ ഔട്ട് ആയിട്ടുണ്ട്. അവിടുത്തെ പിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പിന്നർമാരെ അത്യാവശ്യം തുണയ്ക്കുന്ന പിച്ച് തന്നെയാണ് കേട്ടോ. ബ്രിസ്റ്റ് സ്പിന്നർ, അതായത് കുൽദീപ് യാദവ് പോലത്തെ ചൈന സ്പിന്നർ ഇത് പറയുന്നില്ലേ, ആ രീതിയിലുള്ള ബോളിങ്ങാണ് അവിടെ ഏറ്റവും കൂടുതൽ അക്സെപ്റ്റബിൾ ആയിട്ടുള്ളത്. പക്ഷേ വരുൺ ചക്രവർത്തിയുടെ മിസ്റ്ററി സ്പിന്ന് നാളെ എന്താകുമെന്ന് നമുക്കറിയില്ല. പുള്ളി സൂപ്പർ 8ലേക്ക് കടന്നപ്പോൾ പുള്ളിക്ക് ഇച്ചിരി ഫോം ഔട്ടുണ്ട്. പക്ഷേ സൂപ്പർ 8ന് മുമ്പിലുള്ള കളിയിൽ പുള്ളി 9 വിക്കറ്റ് എടുത്തു. പക്ഷേ സൂപ്പർ 8ന് ശേഷം ഈ കളിച്ച 3 കളിയിൽ ആകെ കിട്ടിയിരിക്കുന്ന വിക്കറ്റ് 4 വിക്കറ്റാണ് പുള്ളിക്ക്. എന്തായാലും നാളെ കുൽദീപ് യാദവിനെ കളിപ്പിക്കാനുള്ള സാധ്യത കുറവാണ്. ഇനി കളിപ്പിക്കുകയാണെങ്കിൽ തന്നെ വരുണിനെ മാറ്റിയിട്ട് കളിപ്പിക്കാനും പറ്റില്ല. അപ്പോൾ ഒരു ബാറ്റ്സ്മാനെ കുറച്ചെടുക്കണം, അത് മിക്കവാറും നടക്കില്ല. അവിടുത്തെ സ്കോർ 240 245 റൺ അടിച്ചാൽ അവിടെ വിജയിക്കാൻ പറ്റുന്ന സ്കോറാണ്. ഇന്ത്യ ഫസ്റ്റ് ബാറ്റ് ചെയ്ത് ഒരു 230 240 റൺ അടിച്ചാൽ തന്നെ ഇന്ത്യക്ക് പ്രതീക്ഷയുണ്ട്. പക്ഷേ ഇംഗ്ലണ്ടിൻ്റെ ജോസേട്ടൻ എന്താവുമെന്ന് അറിയില്ല നാളത്തെ കളി. ജോസേട്ടൻ അവിടെ 2 സെഞ്ചുറി അടിച്ചിട്ടുള്ള ഗ്രൗണ്ടാണ് മുംബൈയിലെ വാങ്കഡെ സ്റ്റേഡിയം. ഈ വേൾഡ് കപ്പിൻ്റെ ഈ വർഷത്തെ ഇതിൽ ജോസേട്ടൻ ഒരു കളി പോലും ഫോം ആയിട്ടില്ല. ഉള്ള ഹൈ സ്കോർ 24 ആണ്. ഇനി നാളത്തേക്ക് വേണ്ടി ഫോം വച്ചേക്കുവാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ നാളെ എന്തായാലും നമുക്ക് ഒരു 240 റൺസ് എടുത്താൽ ജയിക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ അതുവരെ ബൈ ബൈ.